ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 15 പുരുഷോത്തമ യോഗം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ. ലോകത്തിൽ ക്ഷരമെന്നും അക്ഷരമെന്നും രണ്ട് പുരുഷന്മാരാണ് ഉള്ളത്. ബ്രഹ്മാദി സ്ഥാവരാന്തമുള്ള സകല ജീവന്മാരുമാണ് ക്ഷരപുരുഷന്മാർ. ജീവപ്രതിബിംബത്തെ ഉളവാക്കിക്കൊണ്ട് ദേഹത്തിലൊതുങ്ങുന്ന ശുദ്ധ ബ്രഹ്മാംശമാണ് അക്ഷരപുരുഷൻ എന്ന് പറയുന്നത്. ഭഗവാൻ അരുൾ ചെയ്തു, അല്ലയോ സവ്യസാച്ചിൻ, സംസാരമാകുന്ന ഈ നഗരത്തിലെ ജനസംഖ്യ വളരെ കുറവാണ്. ആകെയുള്ളത് 2 പുരുഷന്മാർ മാത്രം. ആകാശത്തിൽ ഇരുട്ടും വെളിച്ചവും അധിവസിക്കുന്നത് പോലെ ഈ 2 പുരുഷന്മാരും സംസാര രാജധാനിയിൽ ഒരുമിച്ചു ജീവിക്കുന്നു. മൂന്നാമത് ഒരു പുരുഷൻ കൂടിയുണ്ട്. അവൻ ഈ 2 പുരുഷന്മാരെയും സഹിക്കുന്നവനല്ല. അവരുടെ പേര് പോലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവനാണ്. അവൻ വരുമ്പോൾ ഈ 2 പുരുഷന്മാരെയും പ്രപഞ്ചത്തിനോടൊപ്പം അവൻ വിഴുങ്ങിക്കളയുന്നു. മൂന്നാമത്തെ പുരുഷന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. സംസാര നഗരിയിൽ താമസിക്കാൻ എത്തിയിരിക്കുന്ന 2 പുരുഷന്മാരെ പറ്റി ആദ്യമായി കേൾക്കുക. ഒരുവൻ അജ്ഞാനം കൊണ്ട് അന്ധനും ഉന്മത്തനും പങ്കുപാതനുമാണ്. മറ്റവൻ സർവാംഗങ്ങളും പൂർണ്ണ വളർച്ചയിലെത്തിയവനാണ്. ഒരേ നഗരത്തിൽ ജീവിക്കുന്നവരെന്ന നിലയിൽ അവർ ഉറ്റ സുഹൃത്തുക്കളാണ്. ഒരുവൻ്റെ പേര് ക്ഷരമെന്നും മറ്റവൻ്റെ പേര് അക്ഷരമെന്നും ആകുന്നു. അവർ ഇരുവരും ചേർന്ന് സംസാര നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ ക്ഷരം ഏതാണെന്നും അക്ഷരത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ഞാൻ വിശദമാക്കാം. മഹദാദി തത്വങ്ങൾ മുതൽ പുൽക്കൊടി വരെയുള്ള എല്ലാ വലുതും ചെറുതുമായ കാര്യവർഗവും ചരവും അചരവുമായതും മനസ്സും ബുദ്ധിയും കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതും പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതും നാമരൂപാദികൾ കൈകൊള്ളുന്നതും ത്രിഗുണങ്ങളുടെ കമ്മട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതും ജീവജാലങ്ങളാകുന്ന നാണയങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ ലോഹമായിട്ടുള്ളതും കാലം ചൂതാട്ടം നടത്തുന്ന ദ്രവ്യമായിട്ടുള്ളതും വിപരീത ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നതും നിമിഷനേരം കൊണ്ട് സൃഷ്ടിയും ലയവും നടക്കുന്നതും ഭ്രാന്തിവനമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതിയുടെ സമ്പൂർണ്ണ ഘടനയും, ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിനെ മുഴുവനും ജഗത്ത് എന്ന് അറിയപ്പെടുന്നു. ഇതിനെ മുൻപ് 7-ാം അധ്യായത്തിൽ അഷ്ടപ്രകൃതിയെന്നും 13-ാം അധ്യായത്തിൽ 36 തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്രമെന്നും വിവരിച്ചിട്ടുള്ളതാണ്. ഈ അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ അതിനെ ഒരു വൃക്ഷത്തോട് ഉപമിച്ച് ആലങ്കാരികമായി വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്രകാരം മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതിനെപ്പറ്റി വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ ജഗത്തിലുള്ള എല്ലാ ആകാരങ്ങളിലും ശുദ്ധ ചൈതന്യ സ്വരൂപനായ ആത്മാവ് പ്രവേശിച്ച് ഇതാണ് തൻ്റെ ശരീരമെന്ന് വിഭാവനം ചെയ്യുന്നു. സാകാര ജഗത്താണ് തൻ്റെ വാസഗേഹമെന്ന് ഭാവിച്ചുകൊണ്ട് ചൈതന്യം ദേഹവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. കിണറ്റിൽ കാണുന്ന പ്രതിച്ഛായ തൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് കിണറ്റിലേക്ക് കോപത്തോടെ എടുത്ത് ചാടുന്ന സിംഹത്തെപ്പോലെയോ, ജലത്തിൽ കാണുന്ന ആകാശത്തിൻ്റെ പ്രതിബിംബം ആകാശമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെയോ ചൈതന്യവും യഥാർത്ഥത്തിൽ അദ്വൈത സ്വഭാവമുള്ളതാണെങ്കിലും ദ്വൈതത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ വിവിധ രൂപങ്ങളോടുകൂടിയ പ്രപഞ്ചമാകുന്ന ഈ നഗരമാണ് തൻ്റെ വാസഗേഹമെന്ന് നിരൂപിക്കുന്ന ചേതനനായ ആത്മാവ് തൻ്റെ മൂലസ്വഭാവത്തെ വിസ്മരിച്ചിട്ട് അവിടെ സ്വരൂപ വിസ്മൃതിയാകുന്ന സുഷുപ്തിയിൽ അമരുന്നു. ഒരുവൻ ഉറക്കത്തിൽ ഒരു ശയ്യാതലം സ്വപ്നം കണ്ടിട്ട് അതിൽ കിടന്നുറങ്ങുന്നത് പോലെയാണ് ആത്മാവ് ഈ സംസാര സാഗരത്തെ ഒരു ശയ്യാതലമായി സങ്കല്പിച്ചുകൊണ്ട് അതിൽ കിടന്നുറങ്ങുന്നത്. ഈ ഘനസുഷുപ്തിയിൽ അവൻ കൂർക്കം വലിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, ഞാൻ സുഖി, ഞാൻ ദുഃഖി. ചിലപ്പോൾ ഹായ് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന അവൻ പറയും, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഞാൻ സുന്ദരനാണ്, പരിപൂർണനാണ്, ഈ സ്വത്തുക്കളെല്ലാം എൻ്റേതാണ്. ആത്മാവ് അതിൻ്റെ വിഭ്രാന്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്രകാരമുള്ള ഉദീരണത്തോടെ സംസാര സ്വർഗവനങ്ങളിൽ അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഇപ്രകാരമുള്ള ഉപാധിയോടുകൂടിയ ചൈതന്യ സ്വരൂപത്തിനെയാണ് ക്ഷരപുരുഷൻ എന്ന് വിളിക്കുന്നത്.
ക്ഷേത്രജ്ഞൻ എന്നറിയപ്പെടുന്നവൻ തൻ്റെ സ്ഥായിയായ സ്വഭാവം വിസ്മരിച്ച് ജീവാത്മാവിൻ്റെ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവയെപ്പോലെ ഒക്കെ പെരുമാറുമ്പോൾ അവനും ക്ഷരപുരുഷൻ എന്നറിയപ്പെടുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് അവനെ ക്ഷരപുരുഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നാമതായി, ആത്മസ്വരൂപം യഥാർത്ഥത്തിൽ പരിപൂർണമാണ്. ആകയാൽ അവനിൽ പരമാത്മാവ് അഥവാ പുരുഷത്വം കുടികൊള്ളുന്നു. അതുകൊണ്ട് അവനെ പുരുഷൻ എന്ന് വിളിക്കുന്നു. രണ്ടാമതായി, ശരീരമാകുന്ന പുരത്തിലാണ് അവൻ ഉറങ്ങുന്നത്. അതുകൊണ്ട് അവനെ പുരുഷൻ എന്ന് വിളിക്കുന്നു. അവൻ ഉപാധികളുമായി സംബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവൻ ക്ഷരമാണ്. അവൻ ഈ ഉപാധികളെ അംഗീകരിക്കുന്നുവെന്ന് മാത്രമല്ല, അവയുമായി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. തന്മൂലം വിവിധ സ്വഭാവങ്ങളുള്ള ഉപാധികളെപ്പോലെ അവൻ അസ്ഥിരനും നശ്വരനും ക്ഷരനും ആണെന്നുള്ള ആരോപണം തെറ്റായി അവനിൽ ഉന്നയിക്കുന്നു. ഇത് ജലത്തിൽ കാണുന്ന ചന്ദ്രൻ്റെ പ്രതിബിംബം ഓളം കൊണ്ട് മുറിഞ്ഞു പോകുന്നത് പോലെയാണ്. ജലം വറ്റുമ്പോൾ ചന്ദ്രൻ്റെ പ്രതിബിംബം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അപ്പോഴും ചന്ദ്രബിംബം ഒന്നും ഏശാതെ വാനിൽ തെളിഞ്ഞു നിൽക്കുന്നു. അതുപോലെ ഉപാധികൾ നശിക്കുമ്പോൾ ശുദ്ധ ചൈതന്യം അതിൻ്റെ പ്രാക്തന സ്വഭാവത്തോടെ സ്ഥിതി ചെയ്യുന്നു. അസ്ഥിരമായ ഉപാധികളോടുള്ള സംഘം കൊണ്ടാണ് അതിന് ക്ഷരം എന്ന പേര് ലഭിച്ചത്. ഇപ്രകാരം ശരീരബദ്ധമായ ചൈതന്യത്തിൻ്റെ സമഷ്ടി ക്ഷരപുരുഷൻ എന്നറിയപ്പെടുന്നു. ഇനിയും അക്ഷരത്തെപ്പറ്റി നിനക്ക് വിശദമാക്കി തരാം. അക്ഷരപുരുഷൻ എന്നറിയപ്പെടുന്ന മറ്റേ പുരുഷൻ മഹാമേരു പർവ്വതം മറ്റ് പർവ്വതങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയാണ്. പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളായ ഭൂമി, പാതാളം, സ്വർഗം എന്നിവയുമായി ബന്ധപ്പെടാതെ ഉദാസീനമായി ഒരേ നിലക്ക് നിൽക്കുന്ന ഈ പർവ്വതം പോലെ അക്ഷരപുരുഷൻ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെയും വിപരീത ജ്ഞാനത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്നു എങ്കിലും അവയുമായി ഒരു ബന്ധവും പുലർത്തുന്നില്ല. യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ബ്രഹ്മവുമായുള്ള ഐക്യാവസ്ഥയോ വിപരീത ജ്ഞാനം കൊണ്ട് ദ്വൈതാവസ്ഥയോ അവന് ഉണ്ടാകുന്നില്ല. ഇവ രണ്ടിൻ്റെയും മധ്യത്തിലുള്ള അറിവിൻ്റെ അഭാവാവസ്ഥയാണ് അവൻ്റെ യഥാർത്ഥമായ സ്വഭാവം. കളിമണ്ണ് കുഴച്ച് ഒരു പിണ്ഡമാക്കി കഴിയുമ്പോൾ അത് ഭൂമിയല്ലാതായി തീരുന്നു. എന്നാൽ അത് കുടത്തിൻ്റെയോ കലത്തിൻ്റെയോ രൂപം പ്രാപിച്ചിട്ടുമില്ല. ഈ മൺപിണ്ഡം പോലെ അക്ഷരപുരുഷൻ മധ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. അല്ലയോ പാർത്ഥ, വരൾച്ച കൊണ്ട് ജലമോ തിരമാലകളോ ഇല്ലാതെ രൂപഭാവരഹിതമായിരിക്കുന്ന സാഗരം പോലെയാണ് ഈ മധ്യമ പുരുഷൻ്റെ അവസ്ഥ. അത് ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും മധ്യത്തിലുള്ള തന്ത്രിയാവസ്ഥയെപ്പോലെയാണ്. സമ്പൂർണ്ണ വിശ്വാഭാസം അപ്രത്യക്ഷമാവുകയും ആത്മബോധപ്രകാശം ഉദയം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അജ്ഞാനാവസ്ഥയെയാണ് അക്ഷരപുരുഷൻ എന്ന് വിളിക്കുന്നത്. ഈ അവസ്ഥയിൽ കലാശൂന്യമായ ചന്ദ്രൻ്റെ അമാവാസി ദിനം പോലെ അറിവിൻ്റെ അഭാവം പൂർണ്ണമായിരിക്കും. പക്വമായ ഫലത്തിൻ്റെ ഉള്ളിലുള്ള ബീജത്തിൽ വൃക്ഷത്തിൻ്റെ ജീവൻ ഒതുങ്ങിയിരിക്കുന്നു. അതുപോലെ ദേഹാദി ഉപാധികളെയെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞ ശേഷം ജീവാത്മാവ് ഉപഹിത സ്ഥിതിയിലേക്ക് ലയിക്കുന്നു. ഈ അവസ്ഥയ്ക്കാണ് അവ്യക്തം എന്ന് പറയുന്നത്. ഘനസുഷുപ്തിയിൽ സമ്പൂർണമായ അജ്ഞാനമാണുള്ളത്. ഇതിന് ബീജഭാവാവസ്ഥ എന്ന് പറയുന്നു. ജാഗ്രതയും സ്വപ്നവും ബീജഫല ഭാവാവസ്ഥയെന്ന് അറിയപ്പെടുന്നു. വേദാന്തശാസ്ത്രത്തിൽ ബീജഭാവമെന്ന് അറിയപ്പെടുന്നതാണ് അക്ഷരപുരുഷൻ്റെ വാസഗേഹം. ഇത് വിപരീത ജ്ഞാനത്തെ ഉളവാക്കുകയും അത് ജാഗ്രത് സ്വപ്നാവസ്ഥകൾക്ക് ഉത്തരവാദിയായി തീരുകയും അവയിൽ നിന്ന് അനേക ബുദ്ധിതരംഗങ്ങൾ ആവിർഭവിക്കുകയും ചെയ്യുന്നു. അല്ലയോ അർജുന, ആ അവസ്ഥയിൽ ജീവധർമ്മവും അനന്തവിശ്വവും സൃഷ്ടിക്കപ്പെടുകയും ഈ സൃഷ്ടികൾ പ്രളയകാലത്ത് ഇല്ലാതായി തീരുകയും ചെയ്യുന്നു. ചേതനയുടെ ഈ അവസ്ഥയ്ക്കാണ് അക്ഷരപുരുഷൻ എന്ന് പറയുന്നത്. ക്ഷരപുരുഷനാകട്ടെ അവനാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജാഗ്രതും സ്വപ്നവുമായ അവസ്ഥയിൽ കർമ്മനിരതനാകുന്നു. ഈ രണ്ടവസ്ഥകളും ഘനസുഷുപ്തി എന്നറിയപ്പെടുന്ന പൂർണ്ണമായ അജ്ഞാനാവസ്ഥയിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ്. അജ്ഞാന നിദ്രാവസ്ഥയ്ക്കും
ബ്രഹ്മസ്ഥിതിക്കും തമ്മിൽ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. നിദ്രാവസ്ഥയിൽ നിന്ന് ചേതന, ജാഗ്രത്, സ്വപ്നം എന്നീ അവസ്ഥകളിലേക്ക് മടങ്ങുന്നു. അപ്രകാരമല്ലായിരുന്നെങ്കിൽ സുഷുപ്തിയുടെ ഈ അവസ്ഥയ്ക്ക് ബ്രഹ്മാവസ്ഥയെന്ന് തന്നെ പറയാൻ കഴിയുമായിരുന്നില്ല. ഏത് വിധമായാലും ഘനസുഷുപ്തിയാകുന്ന ആകാശത്തിലെ രണ്ട് കാർമേഘങ്ങളാണ് പ്രകൃതിയും പുരുഷനും, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും സ്വപ്നാവസ്ഥയിൽ കാണുന്ന മിഥ്യാഭാവങ്ങളുമാണ്. ചുരുക്കി പറഞ്ഞാൽ കീഴോട്ട് വളരുന്ന ശിഖരങ്ങളോടുകൂടിയ സംസാരവൃക്ഷത്തിൻ്റെ മൂലകാരണം അക്ഷരപുരുഷനാണ്. ഇപ്രകാരം നിഷ്ണാതമായ ഒന്നിനെ എന്തുകൊണ്ടാണ് പുരുഷൻ എന്ന് വിളിക്കുന്നത്? അവൻ മായാനഗരത്തിൽ ഉറങ്ങുന്നതുകൊണ്ട്. ആ ഉറക്കത്തിൻ്റെ സ്ഥിതി വിപരീത ജ്ഞാനത്തിൻ്റെ ചുഴികളാകുന്ന വികാരങ്ങൾക്ക് പ്രതികൂലമാണ്. ഈ സ്ഥിതി സ്വയം മാറുകയില്ല. ജ്ഞാനം കൊണ്ടല്ലാതെ ഇതിനെ ഇല്ലാതാക്കാനും സാധ്യമല്ല. ഇക്കാരണത്താൽ വേദാന്ത സിദ്ധാന്തത്തിൽ ഇത് അക്ഷരപുരുഷൻ എന്നറിയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ മായയുമായുള്ള സംബന്ധം കൊണ്ട് ജീവജാലങ്ങളുടെ സൃഷ്ടിക്ക് കാരണഭൂതനായി തീരുന്ന അക്ഷരപുരുഷൻ ചൈതന്യമല്ലാതെ മറ്റൊന്നുമല്ല.